മട്ടുപ്പാവിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് തളിപ്പറമ്പ് പാലക്കുളങ്ങരയിലെ അഡ്വക്കേറ്റ് മുഹമ്മദ്. 230ഓളം വരുന്ന ഗ്രോ ബാഗുകളിലായാണ് മുഹമ്മദിന്റെ വൈവിധ്യമാർന്ന പച്ചക്കറി കൃഷി. പരിമിതമായ 3 സെന്റ് ഓപ്പൺ ടെറസ്, ഇവിടെ എങ്ങനെ പച്ചക്കറികൾ കൃഷി ചെയ്യുമെന്നതായിരുന്നു അഡ്വക്കേറ്റ് മുഹമ്മദിന്റെ ചിന്ത. അങ്ങനെ ജോലി തിരക്കുകൾക്കിടെ കൃഷിക്കായി സമയം കണ്ടെത്തി. 230ഓളം ഗ്രോ ബാഗുകളിൽ പയർ, തക്കാളി, മുളക്, വെണ്ട, ക്യാബേജ്, വഴുതന തുടങ്ങി 10ഓളം ഇനങ്ങൾ കൃഷി ചെയ്തു. ഇതിനായി പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം, കരിമ്പം ജില്ലാ കൃഷി ഫാം എന്നിവിടങ്ങളിൽ നിന്നാണ് വിത്തുകൾ സംഘടിപ്പിച്ചത്. കീടശല്യമായിരുന്നു കൃഷിയിലെ പ്രധാന വെല്ലുവിളി. ഇവയെ ചെറുക്കാനായി വേപ്പെണ്ണ പോലുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചു. വളമായി ഉപയോഗിക്കുന്നതാകട്ടെ അടുക്കളയിലെ മാലിന്യവും ചപ്പുചവറും ചാണകവെള്ളവും. കഴിഞ്ഞ 25 വർഷമായി ഞാൻ എൻ്റെ ഈ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഈ ടെറസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 സെൻറ്റോളം ഓപ്പൺ ടെറസുണ്ട്. അത് എല്ലാ കൊല്ലവും ഏറ്റക്കുറച്ചിലോടുകൂടി 10 ഇനം പച്ചക്കറികൾ ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. മുഴുവനും ഗ്രോ ബാഗിലാണ്. ഈ വർഷം പതിവില് കവിഞ്ഞ് 230 ഗ്രോ ബാഗിലാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത്. ഗ്രോ ബാഗ് എന്ന് പറയുമ്പോൾ സാധാരണ ചെറിയതല്ല, 24x34 വലുപ്പമുള്ള ഗ്രോ ബാഗിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിന് കണക്കായി തന്നെ മണ്ണും മറ്റു കാര്യങ്ങളൊക്കെ വേണം. ഇക്കൊല്ലം ഞാൻ ചെയ്തിരിക്കുന്നത് ക്യാബേജുണ്ട്, കോളിഫ്ലവറുണ്ട്, മുളക്, തക്കാളി, വെണ്ടക്ക, വഴുതന, ക്യാപ്സിക്കം, അതുപോലെ തന്നെ താലോലിങ്ങ, പടവലങ്ങ, കൈപ്പക്ക, ഇങ്ങനെ 10, 11, 12 ഇനങ്ങൾ ഞാൻ കൃഷി ഈ വർഷം ചെയ്തിട്ടുണ്ട്. സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ ഇത്തവണ എനിക്ക് ഇതിൻ്റെ വിളവ് കിട്ടിയിട്ടുണ്ട്. എല്ലാ കൊല്ലവും ഉണ്ടാകുന്ന അത്ര ഒരു കീടശല്യം ഇക്കൊല്ലം എന്തോ കാണുന്നില്ല. ഭാര്യ സൈനാബിയാണ് മട്ടുപ്പാവിലെ ജൈവകൃഷിക്ക് മുഹമ്മദിന്റെ സഹായി. മനസ്സുവെച്ചാൽ മട്ടുപ്പാവിലും പൊന്നു വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് മുഹമ്മദ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.